വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സിദ്ധു ആൻഡ് ലച്ചു ഈ ഒരു കോംബോയിൽ വീണ്ടും ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഓണത്തിന് മുമ്പ് ഇവർ 3 പേരുമായിട്ട്, അതായത് സിദ്ധുവും ലച്ചുവും നീലുവുമായിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ അഡ്വർടൈസ്മെൻറ്റ് വൻ ഹിറ്റായിരുന്നു. ഭയങ്കര പ്രേക്ഷക പ്രീതി നേടിയൊരു അഡ്വർടൈസ്മെൻറ്റ് തന്നെയായിരുന്നു. ഉപ്പുമുളകിൽ ഈ ഒരു കോംബോ സംഭവിക്കില്ലേ എന്നിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഈ ഒരു കോംബോയിൽ വന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിന് തന്നെ നീലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഭയങ്കര വൈറലായതാണ് ആ ഒരു ഫോട്ടോ മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫോട്ടോ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു ഉപ്പുമുളകിലോട്ട് സിദ്ധു തിരിച്ചു വന്നു എന്നാണ്. പക്ഷേ അതൊരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമായിരുന്നു. ഇപ്പം ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ വേറൊരു പാർട്ട് ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ടുള്ള കോംബോ വർക്കൗട്ടാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ ജോൺ തന്നെയാണ്. അതായത് ഉപ്പുമുളകിൻ്റെ പഴയ അസോസിയേറ്റ് ഡയറക്ടറായ ജിതിൻ ജോൺ തന്നെയാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലോട്ട് പോകാം. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ആദ്യം തന്നെ ഡെയിൻ ഡേവിസ് ജൂഹിക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്, ഒരു റോക്കറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ അത് എടുക്കുന്നത് നിശാസാരാണ്, അതായത് നീലുവാണ്. എന്നിട്ട് തുറന്ന് വായിച്ചു നോക്കുമ്പോൾ അതൊരു നോട്ടീസായിരിക്കും. അതായത് അവരുദ്ദേശിച്ച ആ ഒരു കടയുടെ ഒരു നോട്ടീസായിരിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നത് തന്നെയാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫുള്ളായിട്ടുള്ളത്. പക്ഷേ അതിൽ ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും, അതായത് ഡെയിൻ ഡേവിസിൻ്റെയും ജൂഹിൻ്റെയും കോംബോ അടിപൊളിയായിട്ട് വർക്കൗട്ടാക്കി എടുത്തിട്ടുണ്ട്. ഉള്ള ഒരു 2 മിനിറ്റിലാണെങ്കിലും അത് അടിപൊളിയായിട്ട് ഒരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ വന്നൊരു ചെറിയ സ്പേസിൽ തന്നെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ ഉപ്പുമുളകും പോലെ ഒരു സിറ്റ്കോമിൽ, അതും ഇത്രത്തോളം പ്രേക്ഷക പ്രീതി നേടിയ ഒരു സിറ്റ്കോമിൽ ഇത്രത്തോളം ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സിദ്ധു. അപ്പോൾ അവർ ഈ ഒരു സിറ്റ്കോമിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിലും ഒരു അടിപൊളി അഡ്വർടൈസ്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എത്രയും വൈകാതെ തന്നെ ഇവരുടെ കോംബോ നമുക്ക് ഉപ്പുമുളകിലും കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ ഡെയിൻ ഡേയ്സ് തന്നെ ഒരു കോളേജ് ഫംഗ്ഷൻ്റെ സ്റ്റേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചാൽ പോകുമെന്ന രീതിക്കൊക്കെ. പിന്നെ ഇപ്പോൾ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ ലച്ചു സിദ്ധു എന്ന ഈ ഒരു കോംബോ നിങ്ങൾ ഉപ്പുമുളകിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.